ഹലോ ഫ്രണ്ട്സ്, ഏത്തപ്പഴം വാങ്ങിച്ചാലുള്ള പ്രശ്നം ഇതാ, ഒരുമിച്ച് എല്ലാം കൂടി പഴുത്തു. പിന്നെ കഴിച്ചു തീർക്കുക എന്നുള്ളതൊരു വലിയ ടാസ്ക്കാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കൂ. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുപോലെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 3 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൈകൊണ്ടോ സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ എങ്ങനെയെങ്കിലും ഇതുപോലെ ഉടച്ചൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. നല്ല പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടഞ്ഞു വരും. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഗോതമ്പ് പൊടി കുറേശ്ശെ ചേർത്ത് കുഴച്ച് കൊടുക്കണേ. ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഈ കുഴക്കട്ടയ്ക്കൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു ടെക്സ്ചറാണ് നമുക്ക് വേണ്ടത്. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ എങ്ങനെ വെള്ളം കുഴക്കാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് സ്പൂൺ കൊണ്ട് കുഴക്കാൻ കുറച്ച് എളുപ്പമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. കൈ കൊണ്ട് കുഴച്ചാലും മതി കേട്ടോ. ഇതിപ്പോൾ കുഴച്ച് ഈ ഒരു ടെക്സ്ചറിലാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ നെയ്യാണ്. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാമേ. പക്ഷേ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു എക്സ്ട്രാ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നെയ്യുടെ ഒപ്പം ഞാനൊരു അല്പം ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എത്ര നേരം നമ്മളിത് ഇളക്കി കൊടുക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കുമേ നമ്മുടെ ഈ ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള റെസിപ്പി. ഇപ്പോൾ നെയ്യൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഇതിലേക്ക് നമുക്ക് ശർക്കര ചീവിയതൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ശർക്കര ചീവിയത് ചേർത്ത് കൊടുത്ത് തേങ്ങ ചിരകിയതും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഓരോരോ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാമേ. ഒരു ഉരുള എടുത്ത് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണേ. ഇനി ഈ പരത്തി വെച്ചതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച തേങ്ങയുടെയും ശർക്കരയുടെയും ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു ബോളായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. നമ്മൾ ഈ കുഴക്കട്ട ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ്. ഇതുപോലെ നമുക്ക് ബോളാക്കി എടുക്കാം. ഞാൻ അങ്ങനെ ആദ്യത്തെ ഉരുള തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്കി മാവ് വെച്ച് ബാക്കി ഉരുളകളൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഉരുളകളും ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വേവിച്ച് വെക്കണം. വേവിക്കാനായിട്ട് നമ്മൾ ഇഡലി പാത്രമാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് തട്ടിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ ബോൾസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ബോൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഏത്തപ്പഴം സ്വീറ്റ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇനി വെറൈറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കി കൊടുക്കാമേ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. 4 മണി പലഹാരമായിട്ട് ഇനിയിപ്പോൾ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഏത്തപ്പഴം ഇഷ്ടമല്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിച്ച് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.